ഓം ശ്രീ ഗണേശാശാരദാ ഗുരുഭ്യോ നമ. സദാശിവസമാരംഭാം വ്യാസശങ്കരമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം, ശ്രീ ഗുരുവായൂരപ്പാ ശരണം. ശ്രീഹരിയും ഒരു നിഴൽ നാരായണിയും ദശകം 52 വത്സാപഹരണവും ബ്രഹ്മഗർവശമനവും. മറ്റവതാരത്തിലൊന്നും കണ്ടിടാത്ത ഭഗവാന്റെ ഐശ്വര്യാധിക്യം കണ്ടിട്ടു ബ്രഹ്മദേവനും മരതകവർണ്ണനാകും ഉണ്ണിയെ പരീക്ഷിക്കാനായി കന്നുകാലിക്കൂട്ടങ്ങളെ മറച്ചുവല്ലോ. ഗോവൃന്ദത്തെ കാണാതായി ഗോപന്മാരോ ദുഃഖത്തിലായി ഊണു മതിയാക്കി കണ്ണൻ എഴുന്നേറ്റല്ലോ. ഗോവൃന്ദത്തെ അന്വേഷിച്ചു ഭഗവാൻ നടന്ന നേരം ഗോപബാലകന്മാരെയും മറച്ചുവല്ലോ. ബ്രഹ്മദേവൻ തൻ്റെ കളി മനസ്സിലാക്കിയ കണ്ണൻ ഗോപരെയും ഗോക്കളെയും സൃഷ്ടിച്ചുവല്ലോ. കാടുകളിൽ ഏറെ നേരം പലവിധ ലീലയാടി സന്ധ്യാസമയത്തു അമ്പാടിയിലുമെത്തി. ഗോപനന്ദന്മാരുടെയും പശുക്കുട്ടികളുടെയും രൂപം പൂണ്ട ഭഗവാനെ അമ്പാടിയിങ്കൽ അമ്മമാരാം ഗോപികളും അമ്മമാരാം പശുക്കളും ആനന്ദത്തോടെരീരേറ്റു സ്വീകരിച്ചല്ലോ. ജീവാത്മാവു തന്നെ തൻ്റെ മകനെന്നു കരുതിയ ഗോപികളും പശുക്കളും ആനന്ദിക്കവേ പരമാത്മാവു തന്നെയാ പുത്രനായി വന്നപ്പോഴോ പരമാനന്ദവർഷത്തിൽ നനഞ്ഞു അവർ. ഏട്ടനായ രാമൻ പോലും ഏറെ കാലം അറിഞ്ഞില്ല ഗോക്കളും ഗോപാലന്മാരും കണ്ണനെന്നത്. രാമനും ശ്രീകൃഷ്ണൻ താനും ബ്രഹ്മരൂപന്മാരെങ്കിലും രണ്ടുപേരും തമ്മിൽ ഏറെ വ്യത്യാസമുണ്ട്. വർഷമൊന്നു തികഞ്ഞപ്പോൾ ഗോപാലന്മാരെ കണ്ടു വിധാതാവം ബ്രഹ്മദേവൻ മോഹിതനായി. ഗോക്കളെ ഗോപാലന്മാരെ കിരീടകടകത്തോടെ ഗോലോകേശാരൂപമായി ബ്രഹ്മാവു കണ്ടു. 4 കരങ്ങളുമായി വിഷ്ണു രൂപങ്ങൾ നിരന്നു വൈകിടാതെ വൈകുണ്ഠവാസിയെ പോലവേ. ആനന്ദശയ്യയിൽ യോഗനിദ്രാലോലൂപനായുള്ള അവിടുത്തെ നിരവധി രൂപങ്ങൾ കണ്ടു. എണ്ണുവാൻ കഴിയാത്തോരാ വിഷ്ണു രൂപങ്ങളെ കണ്ടു എവിടെയും പ്രാർത്ഥിക്കുന്നു ബ്രഹ്മരൂപനും. മായാരൂപങ്ങളെ കണ്ടു ബ്രഹ്മദേവൻ ബോധം കെട്ടു പാരിയുരടയുമായി കണ്ണൻ ചിരിച്ചു. സർവശക്തനായ എൻ്റെ ഗുരുവായൂരപ്പാ ദേവാ, അഹങ്കാരം നശിച്ചല്ലോ ബ്രഹ്മദേവനും. ഗോപാലവൃദ്ധത്തോടെ അമ്പാടിയിലെത്തിയ നീ രോഗത്തിൽ നിന്നെന്നെ രക്ഷിച്ചിരുക വേണം. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.